ഹലോ ഹായ്, നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ആയി ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്നൊരു പ്രത്യേകത ഉണ്ട് വീഡിയോ ചെയ്യാനുള്ളത് അല്ലേ? എന്താ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ഒന്നും അറിയില്ലല്ലോ. നിങ്ങൾക്ക് ആദ്യം അറിയാമോ? അയാളറിയില്ല. ഇന്നത്തെ പ്രത്യേകത എന്നാ, ഇന്നൊരു സർപ്രൈസ് ആയിട്ട് നമുക്ക് ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഒരു കാറ് വാങ്ങാൻ വേണ്ടി പോകണം. എത്തിയാ എത്തി. ഇതിൽ തമിഴിൽ കണ്ട പോലെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് ഒരു കാറ് വാങ്ങിച്ചു. അങ്ങനെയല്ല, നമ്മൾ കുറേ ആയില്ലേ ബൈക്കിൽ യാത്ര ചെയ്ത്. ബൈക്ക് കുറേ ഫൈന് കാര്യങ്ങൾ, പോലീസ് സ്റ്റേഷനിലെ കുറേ ആയി. നമുക്ക് മൂന്നാൾക്കും ബൈക്കിൽ പോകാൻ കഴിയുന്നില്ല. നമുക്ക് രണ്ടോർക്ക് ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് നമുക്ക് പിന്നെ കുറേ ഫൈനല്ല വന്നിട്ടുണ്ട്, ക്യാമറ അടിഞ്ഞിട്ട്. അതുകൊണ്ട് കുറേ ആയി നമ്മളൊരു കാർ എടുക്കണം, ചെറിയൊരു കാർ എടുക്കണം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നമുക്കൊരു യൂസ്ഡ് കാറ് ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് ദൂരത്തെ ഉള്ളേ, പക്ഷെ അത് നോക്കാൻ വേണ്ടി പോകാനല്ലോ. നിങ്ങളെല്ലാം കൂട്ടണമെന്നുണ്ട് വാപ്പാക്ക്, പക്ഷേ എങ്കിൽ പറ്റൂല. മഴ, പക്ഷെ നമുക്ക് അങ്ങനല്ലേ, മഴ കൂടുതലല്ലേ, അങ്ങോട്ടെല്ലാം നല്ല മഴയല്ലേ. മഴ നിൽക്കാണ്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് നിങ്ങളെല്ലാം കൂട്ടിയിട്ട് പോകാൻ വയ്യ. അതുകൊണ്ട് അപ്പോൾ ഒറ്റക്ക് പോയിട്ട് നോക്കിയിട്ട് എടുത്തിട്ട് വരാൻ പറ്റുവാണെങ്കിൽ വരും. ഓക്കെ, നിങ്ങളെല്ലാം കൂടെ ഉണ്ടാവണം. വണ്ടി ഏതാണെന്നും അറിയില്ലല്ലോ, വണ്ടി അറിയില്ല. സർപ്രൈസ് ഓക്കെ. സന്തോഷമായ ഇനിയുള്ള വീഡിയോയിലും ഇനിയുള്ള യാത്രകളിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കാറിൽ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണമല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടല്ലേ? എന്നാലല്ലേ നമുക്ക് വണ്ടി നമുക്ക് സ്വന്തമായിട്ട് ആക്കേണ്ടത്. ലോൺ എടുത്തിട്ട്. അപ്പോൾ നേരെ നമുക്ക് വണ്ടി എടുക്കാൻ പോകുന്ന യാത്രയിലേക്ക്. ഓക്കെ, സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുമോ? ഇങ്ങനെ പറയുന്ന അഭിപ്രായം പറഞ്ഞു നിൽക്കുന്നെങ്കിലോ? ഒന്നുമില്ല. ആദ്യം എന്തെങ്കിലും പറയാനുണ്ട? അതെ, നമുക്കൊരു ആദ്യമായിട്ടൊരു കാർ കിട്ടുന്ന കുറേ കാലത്ത് ആഗ്രഹം അല്ലേ? എല്ലാം ശരിയാവും അല്ലേ? ഇങ്ങനെയുള്ള വീഡിയോയിൽ നമുക്ക് കാറിന്റെ വിശേഷങ്ങളല്ലേ? ഓക്കെ. നമസ്കാരം. നമ്മൾ വണ്ടി എടുത്ത് നാട്ടിലേക്ക് പോകുന്ന വർക്കിലാണ്. ഞാനും എൻ്റെ കൂടെ എൻ്റെ കട്ടച്ചങ്ക് സുഹൃത്തും കൂടെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഡ്രൈവിങ് ചെയ്തിട്ട് വന്നേ. വരുമ്പോൾ വളരെ ലേറ്റായി പോയിരുന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കോട്ടയം എന്ന് പറഞ്ഞിട്ടാണ് വന്നേ. കോട്ടയത്തുനിന്ന് 40 കിലോമീറ്റർ ഉള്ളോട്ടാണ് സംഭവം ഉള്ളത്. അങ്ങനെ ലേറ്റായിട്ടാണ് നമുക്കിവിടെ എത്തിയത്. അപ്പോൾ തിരിച്ച് വണ്ടി ഞങ്ങളെ കയ്യിൽ കിട്ടി തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. നമുക്ക് വണ്ടീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വയ്യെ കാണിച്ചു തരാം. വണ്ടി എങ്ങനെ? വണ്ടി അടിപൊളിയാണ്, സൂപ്പർ വണ്ടിയാണ്. അതുപോലെ തന്നെ എൻ്റെ വണ്ടി മനസ്സിനണങ്ങിയ വണ്ടിയാണ്. അതാവണ്ടേ, നമ്മൾ ഇത്ര ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ട് വന്നിട്ടും നമുക്ക് നഷ്ടമായി പോയിട്ടില്ല. ഓക്കെ, ഇത്ര ദൂരം വന്നിട്ട് നമ്മളെ ഇതാണെന്നുള്ളൊരു നമുക്ക് മനസ്സിനണങ്ങിയ വണ്ടി നമുക്ക് കിട്ടി. ഓക്കെ. ഹലോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയും കൊണ്ട് വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആയിരുന്നു. രാവിലെ 4:30 മണി, പൊളിച്ചൊക്കെ 4:30 മണിയെല്ലാം ആയിരുന്നു. മക്കളൊന്നും അറിയില്ല. മക്കളെല്ലാം ഉറങ്ങി എണീച്ചിട്ട് വരുമ്പം തന്നെ വണ്ടിനെ കാത്തു നിൽക്കുകയാണ്. ജസ്റ്റ് പിള്ളേരെ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ട് നോക്കാം. അങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ട വണ്ടി? ഇഷ്ടപ്പെട്ട? അടിപൊളിയാ? സന്തോഷായ? സൺറൂഫ് എല്ലാം ഉണ്ട് ഇതിന്. അടിപൊളിയല്ലേ? നമ്മൾ കുറേ ആയില്ലേ വണ്ടി ബൈക്കിൽ ഇങ്ങനെ പോകുന്നത്, ശരിയാകുന്നില്ല, മഴ കൊള്ളുന്നു വെയിലുള്ളെന്നും പറഞ്ഞിട്ട് അല്ലേ? ഓക്കെ ഓക്കെ, നമുക്കൊന്നും കൂടി ഉഷാറാക്കണം അല്ലേ യാത്രകളിലോ? നമ്മൾ ലോങ് ദൂരത്തുനിന്ന് കൊണ്ടുവന്നതുകൊണ്ട് എല്ലാം ചളി പിടിച്ചിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കാണിച്ചു കൊടുക്കാം. അടുത്തടുത്ത ഓ ഇതാ ആദ്യം വന്നിട്ടാ. എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടാ? എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന ഇതില് ഇതിലാണ് എപ്പം വേണ്ട സൺറൂഫ് ഉള്ള വണ്ടിന്ന്. അതായത് ഓക്കെ. എന്നിട്ട് ആദ്യം വിശേഷം നേരം വെളുക്കുന്നതിന് കാത്തു തന്നാ? 5 മണിയായി വരുമ്പോ.
നല്ല മഴയും നല്ല മഴയും എല്ലാം ഉണ്ട്. മഴയെല്ലാം കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് മെല്ലനെ ഓടിച്ചോടിച്ചിട്ട് എത്തിയതാണ്. അതുണ്ടാവല്ലോ എല്ലാവർക്കും, നമ്മളെ കാണുന്ന എല്ലാവർക്കും നമ്മളുണ്ടാവല്ലോ, നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ വണ്ടി ഏതാണെന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും, ഏതാ വണ്ടി എന്നല്ലോ. ഇത് എടുത്തത് അങ്ങ് പിന്നെ കോട്ടയത്ത് നിന്ന് കുറേ പോകേണ്ട വന്നതിന് റിസ്ക് എടുത്തിട്ട്. വണ്ടി പിന്നെ ഞാൻ ഓൺലൈനിലൂടെ മാത്രമേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ഒന്ന് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയ സമയത്ത്, വണ്ടി എടുക്കാനല്ല അതിന് മുന്നേ ഞാൻ ഇതിന്റെ ഓണറിനോട്, ഇതിന്റെ വണ്ടിന്റെ ആരാണോ ഇതിന്റെ ഓണേഴ്സ്, പുള്ളിയാരും ചാറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫുൾ ഗ്യാരണ്ടിയാണ് പുള്ളി തരുന്നത്. ഒന്നുകൊണ്ട് വണ്ടി കണ്ടിട്ടില്ല പ്രശ്നമില്ല, അപ്പോൾ നിങ്ങൾ പിന്നെ എല്ലാം ഓക്കെ ആയിട്ട് ഇങ്ങോട്ട് എടുക്കാനുള്ള ഗ്യാരണ്ടിയിൽ വന്നാൽ മതി. ആ ഒരൊറ്റൊരു വാക്കിലൂടെയാണ് ഞാൻ എല്ലാ പേപ്പേഴ്സും വർക്കും എല്ലാം ക്ലിയർ ആയിട്ട് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. എന്നാലും ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ വണ്ടി കണ്ടതിന് ശേഷം ഓൾറൗണ്ട് തൃപ്തിയാണ്, ക്ലീനാണ്. എനിക്ക് തൃപ്തിയായി എന്ന് മാത്രമല്ല, പിന്നെ സൺറൂഫ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഈ സൺറൂഫുള്ള വണ്ടിയോട് താല്പര്യം ഉണ്ടായതുകൊണ്ട്, അപ്പോൾ അത് എനിക്ക് ലക്കിയിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മാത്രമല്ല, എനിക്ക് മനസ്സിൽ തൃപ്തിയായ വണ്ടി കിട്ടി. അപ്പോൾ വണ്ടി ഇതാണ്, ഹോണ്ടയുടെ WRV. ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോയിൽ കാണിച്ചു തരാം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit.